ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ വിഷ്ണു കുട്ടൻ. DOT4 പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ക്ലാസിക് 350യുടെ ഒരു ബ്രേക്ക് പാഡാണ്, ഫ്രണ്ട് ബ്രേക്ക് പാഡാണ്. ഇത് ബ്രേക്ക് കിട്ടുന്നില്ല എന്ന് കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നത്. ഇത് ബ്രേക്ക് പിടിച്ച് മൊത്തം തേഞ്ഞ് മാറി ബ്രേക്ക് പാഡ് മൊത്തം കംപ്ലൈൻ്റ് ആയി. അതുപോലെ തന്നെ ഡിസ്പ്ലേറ്റിനകത്ത് മൊത്തം സ്ക്രാച്ച് വീണു. അതുകൊണ്ടാണ് ബ്രേക്ക് കിട്ടാഞ്ഞത്. നമ്മൾ ബ്രേക്ക് പാഡ് ശ്രദ്ധിക്കാതെ ഇട്ട് ഓടിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കംപ്ലൈൻറ്റ് വന്നത്. അതായത് ബ്രേക്ക് കിട്ടുന്നില്ല. നമ്മുടെ പുതിയ ബ്രേക്ക് പാഡ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു മാർക്കിംഗ് ഉണ്ടോ? ഈ ഒരു മാർക്കിങ് തീരാറാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു വിഷ്ണു മാർക്കിംഗ് ഉണ്ട്. ബ്രേക്ക് പാഡ് തീരുമ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ മാർക്കിങ് കൊടുത്തേക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ബ്രേക്ക് പാഡ് മാറി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേറ്റ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും. അതുമാത്രമല്ല, ബ്രേക്ക് ജാമും വരാൻ ചാൻസ് കൂടുതലാണ്. ബ്രേക്ക് ജാം വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി മറിഞ്ഞ് വീഴാൻ വരെ ചാൻസ് കൂടുതലാണ്. ഇനി നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ബ്രേക്ക് പാഡ് നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പറ്റി ചെയ്യുന്നതായിരിക്കുകയാണ്. ഓക്കെ.